കുറേ വർഷങ്ങളായി, പ്രത്യേകിച്ചും കഴിഞ്ഞ 8 വർഷങ്ങളിൽ പോലീസ് സേനയിൽ വളർന്നു വന്നിട്ടുള്ള പക്ഷപാത വിഭാഗീയ മനോഭാവം നമ്മുടെ കേരളത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്നതാണ്. ഒരു ജനവിഭാഗത്തെ മറ്റുള്ളവരിൽ നിന്നും അപരവൽക്കരിക്കുന്ന സമീപനം പോലീസ് സേനയിൽ വലിയൊരളവിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തരം ഭരണഘടനാ വിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ പ്രവണതകൾ പൂർണ്ണമായി തടയുന്നതിന് നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട്. 2 FIRകൾ ചാർത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയും പോലീസ് സേനയിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ നിരീക്ഷിച്ച് കണ്ടെത്തുവാൻ ജനപ്രതിനിധികളും ജുഡീഷ്യറി സംവിധാനവും സംയുക്തമായൊരു വിങ് രൂപീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. വാഹനയാത്രക്കാരെയും പൊതുജനങ്ങളെയും വാഹനാപകട നടപടികളെയും തുടർന്നുള്ള മോട്ടോർ വാഹന നിയമങ്ങളിൽ നിയമപാലകർ മനുഷ്യത്വപൂർവ്വം ഇടപെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വരുത്തുന്ന ചെറിയ നിയമലംഘനങ്ങൾക്ക് വരെ ക്രിമിനലുകളോട് പെരുമാറും വിധമുള്ള സമീപനം തടയുക തന്നെ ചെയ്യും. ഇതിനായി 2 വീലർ റൈഡേഴ്സ് പ്രൊട്ടക്ഷൻ ഫോം നിയമപരമായി രൂപീകരിക്കുക. ഈ ഫോറത്തിലേക്ക് 50 രൂപയിൽ കുറയാത്ത ഒരു തുക 2 വീലർ റൈഡേഴ്സിൽ നിന്നും സമാഹരിക്കുകയും പ്രസ്തുത തുക 2 വീലർ അപകടങ്ങളുമായി ബന്ധപ്പെട്ട വെൽഫെയർ ആവശ്യത്തിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപകട മരണങ്ങൾ ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ മാനസിക സംഘർഷമുണ്ടാക്കുന്ന അവസ്ഥയാണ്. അതിനെ ഇരട്ടിപ്പിക്കും വിധമാണ് അപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടി. അസ്വാഭാവികമല്ലാത്തതായി ഉറപ്പുള്ള ഇത്തരം മരണങ്ങളിൽ കുടുംബം ആവശ്യപ്പെട്ടാൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒഴിവാക്കി നൽകാനുള്ള നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട്. അഴിമതിയും സ്വജനപക്ഷപാതവും ഉന്നയിക്കപ്പെടുന്ന കേസുകൾക്ക് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും ഒരുപോലെ ഉത്തരവാദികളായിരിക്കണം. കീഴ്ക്കോടതി കുറ്റക്കാരനായി കണ്ടെത്തിയാൽ മേൽക്കോടതി അന്തിമ തീരുമാനം വരുന്നതുവരെ ഇത്തരക്കാരായ രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്ന നിയമം കൊണ്ടുവരണം. ഭരണകൂടത്തെ വരെ അപ്രസക്തമാക്കുന്ന ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിനെതിരെയും വൻകിട മാഫിയകൾക്കു വേണ്ടി നിയമം ദുർവിനിയോഗം ചെയ്യുന്ന പ്രവണതകൾക്കെതിരെയും അതിശക്തമായ നടപടി ഉണ്ടാവേണ്ടതുണ്ട്. കേരളത്തിലെ നിർമ്മാണ മേഖലയ്ക്ക് അത്യാവശ്യ ഘടകമായ കരിങ്കൽ ഉൽപാദനം നിയമത്തിൻ്റെ നൂലാമാലകളിൽപ്പെടുത്തി വലിയ ശതമാനം സ്തംഭിച്ചിരിക്കുകയാണ്. ക്വാറി നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്ക് നിയമം അനുശാസിക്കുന്ന പിഴ ഈടാക്കിയ ശേഷം ചെറുകിടക്കാരായ ക്വാറികൾ പ്രവർത്തിപ്പിക്കുന്നതിന് പകരം ഒരു നടപടിയും സ്വീകരിക്കാതെ ക്വാറികൾ അടച്ചിടുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൻകിട കരിങ്കൽ മാഫിയകൾക്ക് കേരളത്തെ കമ്പോളമാക്കി കൊടുക്കുകയും ചെയ്യുന്നത് മൂലം സംസ്ഥാന സർക്കാരും ലഭിക്കേണ്ട വലിയ വരുമാനം ഇല്ലാതാവുകയാണ്. ഈ വിധമുള്ള അഴിമതിയുടെ വിവിധ രൂപങ്ങളെ കണ്ടെത്തി നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി സമീപിക്കുന്ന പൊതുപ്രവർത്തകരോട് അപമര്യാദയോടും പുച്ഛത്തോടും കൂടിയുള്ള ഉദ്യോഗസ്ഥരുടെ സമീപനം മാറേണ്ടതുണ്ട്.